ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ജോളിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇടിച്ചക്ക മസാലക്കറിയാണ്. നല്ല നാടൻ രീതിക്കാണ് കേട്ടോ ഇടിച്ചക്ക മസാലക്കറി വെക്കാൻ പോകുന്നത്. ചോറിൻ്റെ കൂടെ വേറെ ലെവലാണ് ഈ മസാലക്കറി. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു കുക്കറിൽ 3 കപ്പ് ഇടിച്ചക്കയും 1.5 കപ്പ് വെള്ളവും ചേർക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. മൂടി അടച്ചു വെച്ച് മീഡിയം തീയിൽ ഒരു വിസിൽ വരെ അടുപ്പിക്കുക. ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മൂടി തുറക്കരുത്. 10 മിനിറ്റ് ശേഷം മാത്രം മൂടി തുറക്കുക. ഇതിനിടയിൽ നമുക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു ഗ്രൈൻഡറിൽ 5 വെളുത്തുള്ളിയുടെ അല്ലി, 2 പച്ചമുളക്, 1 സവോള എടുക്കുക. 1 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചിയുടെ കഷ്ണം. ഇതുപോലെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി തുറക്കാം. ചക്ക നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. പിന്നീടുള്ള ഉപയോഗത്തിന് ഒരു ബൗളിൽ മാറ്റി വയ്ക്കുക. ഇനി ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കുക. നേരത്തെ അരച്ച അരപ്പും ചേർത്ത് കൊടുക്കാം. ഒപ്പം കുറച്ച് കറിവേപ്പിലയും. എല്ലാം നന്നായി ഇളക്കുക. 6-7 മിനിറ്റ് മീഡിയം തീയിൽ വഴറ്റുക. അരപ്പ് ചെറുതായി ഗോൾഡൻ കളർ ആവുന്ന വരെ വഴറ്റുക. ഇനി തീ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് മസാലകൾ ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗ്രേവിക്ക് കുറച്ച് കട്ടി കിട്ടുന്നതിന് വേണ്ടി 1 ടീസ്പൂൺ കടലമാവ് കൂടി ചേർക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ്. എല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഒരു തക്കാളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. 5 മിനിറ്റ് മീഡിയം തീയിൽ വേവിക്കുക. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് ഇളക്കുക. അതിനുശേഷം നേരത്തെ വേവിച്ച ഇടിച്ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് നേരം ഇളക്കുക. ഇനി 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഇളക്കുക. മൂടി അടച്ചു വെച്ച് 5 മിനിറ്റ് നേരം മീഡിയം തീയിൽ വേവിക്കുക. ഓരോ 2 മിനിറ്റ് കൂടുമ്പോൾ മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. അത് മറന്നു പോകരുത്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മൂടി തുറക്കാം. എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ? സ്വാദുള്ള നല്ല നാടൻ ഇടിച്ചക്ക മസാലക്കറി റെഡി. ഇടിച്ചക്ക തോരൻ വെച്ചാൽ ചോറിൻ്റെ കൂടെ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ മസാലക്കറി വെച്ചാൽ എന്തിൻ്റെ കൂടെയും കഴിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.